ആക്ടർ അജ്മൽ അമീർ. അജ്മൽ അമീർ എയറിലാണ് ഗൈസ്. ആക്ച്വലി അജ്മൽ അമീറിൻ്റെ ഒരു കോൾ റെക്കോർഡ്, പിന്നെ കുറച്ച് ചാറ്റ്, പിന്നെ ഒരു വീഡിയോ, ഒരു വൺ ടൈം വാനിഷ് മോഡ് ബോംബ് പോലത്തെ ഒരു വീഡിയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ കാസറ്റ് ഹക്കീം സ്റ്റോറി കൂടി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ അജ്മൽ അമീറിൻ്റെ വിഷയം ഏറെക്കുറെ ഒരു കൊല്ലം മുമ്പ് ഞാനും നമ്മുടെ മിസ്റ്റർ ട്രോളിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രോളിന് ഇതേപോലെ കുറച്ച് സ്ക്രീൻഷോട്ടുകളും വോയിസ് റെക്കോർഡുകളും സാധനങ്ങളൊക്കെ കുറച്ച് പേര് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി ആ ടൈമിലിട്ട് ഒരു വർഷം മുമ്പ് ഇനാഗുറേഷൻ എങ്ങാണ്ട് ഇയാൾ പോയ ഒരു കോളേജിലെ 1-2 കുട്ടികൾ ചേർന്നിട്ട് ഇയാളുടെ ഒരു അപ്രോച്ച് ശരിയല്ല ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു ഫ്ലേർട്ട് കൈൻഡ് ഓഫ് സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു കൺസെൻറ്റിൻ്റെ മുകളിൽ തുടങ്ങിയ പരിപാടി എന്നൊക്കെ നമുക്കൊരു ഫിഷിനെസ് ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ കാര്യമായിട്ട് അത് ടേക്കപ്പ് ചെയ്യാൻ പോയില്ല. പിന്നെ അതങ്ങനെ വിട്ടുകളഞ്ഞു. ഇപ്പോൾ കാസറ്റ് ഈ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് ഇതിനകത്ത് കുറച്ച് ഓഡിയോസ് ഉണ്ട്. ഓക്കെ, സ്ക്രീൻ റെക്കോർഡാണ്. ഞാൻ അത് ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. ഒരു 6:37 ഒക്കെ ആകുമ്പോൾ വരാം. തിരക്ക് രാവിലെ പോയാലും മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? I will arrange a place to stay. എവിടെ? I will arrange a place to stay. അപ്പൊ Between you and me. താൻ മാരീഡ് അല്ലേ? എനിക്ക് ഇതൊക്കെ എന്തിനാ അറിയുന്നേ? അല്ല, നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് വൃത്തിയാക്കണ്ടേ ഒന്ന് മേലൊക്കൊന്ന്? എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? ഇല്ല, 2 ദിവസമായി. എന്തേ? ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പി കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്തപ്പിൽ. ഹലോ, കുറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നത്. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചു. ഐ തോട്ട് ഹീ വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻ ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. വാനിഷ് മോഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി when he texted me, I told that ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട്, കളമശ്ശേരി. ആൻഡ് he came to there in his white Jaguar. ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡ് ഹിം ലൈക്ക് കം ഔട്ട്, വാട്ട്സ് ദ ഇഷ്യൂ. അപ്പോൾ ഹി വാസ് ലൈക്ക് ഇന്ന ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും, യു ഗെറ്റ് ഇൻ ടു ദ കാർ, വിൽ ഗോ ഫോർ എ റൈഡ്. അങ്ങനെ എന്നിട്ട് സംസാരിച്ചു. കാറിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. സംസാരിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളി ഒരു 2 മണി 3 മണിക്കൊക്കെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ഒരു സെക്ഷുവൽ ടോക്ക് പോലെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കാസറ്റിൻ്റെ സ്റ്റോറിയിലുണ്ടായിരുന്ന വോയിസുകൾ. ഇതിൽ ആദ്യത്തെ വോയിസ്, ഓക്കെ, ആദ്യത്തെ ആ ലേഡിയുടെ വോയിസിനകത്ത് ഒന്നില്ലെങ്കിൽ അജ്മൽ അമീറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അറിയാമല്ലോ ഇത്, ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ്റെ നിന്ന് മാക്സിമം എടുത്തിട്ട് ഇവനെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കളയാന്നുള്ള രീതിക്കായിരിക്കണം. അല്ലെങ്കിൽ 2 പേരും കൂടി മ്യൂച്വൽ കൺസെൻറ്റിലുള്ള ഒരു റിലേഷൻ ആയിരിക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്. അവിടെ എവിടെയും ഒരു ഡിനൈങ് അല്ലെങ്കിൽ തെറി വിളിച്ചുള്ള ഓടിക്കൽ, ഈ സംഗതികളൊന്നും കാണാൻ എനിക്ക് ആ ഒരു ഓഡിയോ ഒരു ഫീല് കിട്ടിയിട്ടില്ല അങ്ങനെ. ഓക്കെ, ബട്ട് അജ്മൽ അമീറിൻ്റെ ഈ ഒരു കേസ് സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് വേറൊരു കുട്ടി മെസ്സേജ് അയച്ചതിൻ്റെ വോയിസ് അതിനകത്ത് സ്റ്റോറിക്കകത്ത് നമ്മൾ കണ്ടത്. അതിപ്പോൾ ഈ പറഞ്ഞതൊരു കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി. ഓക്കെ, ആ കുട്ടീനെ നിരന്തരമായി സ്റ്റോക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇതെന്താ പറയുക, ഇതൊരു സെലിബ്രിറ്റി ഫേസ് വെച്ചിരിക്കുന്ന ഒരാൾ. അതും അജ്മൽ അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽ പുഴയിൽ തെളിനീരിൽ, ഇതാണ് മലയാളികൾക്ക് അജ്മൽ അമീർ. ഇത്രയും സെലിബ്രിറ്റി ഫേസ് ആയിട്ടുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പടം ചെയ്യുന്ന, വലിയ സിനിമകൾ ചെയ്ത, അല്ലെങ്കിൽ വലിയ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങേർക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ ഒരു ഓർബിറ്റിങ്ങിൻ്റെയും സ്റ്റോക്കിങ്ങിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഭയങ്കര ഡേഞ്ചർ അല്ലേ? ഇപ്പോൾ കൺസെൻറ്റോട് കൂടി 1, 2, 3 റിലേഷൻസൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവും. ഓക്കെ, ഇതിങ്ങോട്ട് നിരത്തിപ്പിടിച്ച് അങ്ങോട്ട് ആ ഒരു ഇപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഴിപ്പരിപാടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പണി വരും എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇയാളുടെ കേസ് വെച്ച് ഇനി എക്സ്പീരിയൻസിൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. കാരണം ഇറങ്ങിത്തിരിച്ച് എല്ലാവരും കയറി ഹിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് എൻ ഇഷ്യൂ. അത് സ്വയം ഞാനൊരു ഇങ്ങനത്തെ 4 ആൾ അറിയുന്നൊരു ഫേസാന്നുള്ളത് മറന്നിട്ട് ആ ഒരു മൊമെൻ്റ് ഹൈയിൽ അങ്ങോട്ട് ചെയ്തു പോണതാണോ, അതോ ഞാനൊരു സെലിബ്രിറ്റി മുഖമാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, എനിക്കൊരു ചോക്ലേറ്റ് ഫേസ് ഉണ്ട്, ഞാനൊരു സെലിബ്രിറ്റി ഫേസ് ആണ്. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഇതേപോലെ കുറച്ച് അങ്ങോട്ട് മെസ്സേജ് വരുന്നുണ്ടാവും, അതും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു അയാളെ കാണാൻ തന്നെ ഒരു ആ കൈൻഡ് ഓഫ് ഒരു ഹീറോ മെറ്റീരിയലാണ്. ഈ ഹീറോ മെറ്റീരിയൽ ഇൻ ദ സെൻസ് സിനിമയിലൊരു ഹീറോ ടിപ്പിക്കൽ ഹീറോ മെറ്റീരിയൽ എന്ന് ഞാൻ പറഞ്ഞതല്ല, അത് വേർതിരിച്ച് കാണാമെന്നല്ല ആൾക്കാരെ. പക്ഷേ ടിപ്പിക്കൽ ഒരു ഹീറോ മെറ്റീരിയലായിട്ട് സിനിമക്കാർക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹൈറ്റും വെയ്റ്റും സൈസും മാസും ഒക്കെ ഉള്ളൊരു ഒരാൾ. അപ്പം അങ്ങനെയുള്ളൊരു മെറ്റീരിയലിനെ കാണുമ്പോൾ ചില ആളുകൾക്ക് എന്താവും, അങ്ങോട്ട് കയറിയിട്ട് ചിലപ്പോൾ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നാം, ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ മുകളിൽ മെസ്സേജ് അയക്കാം. പിന്നെ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്ന്, അതും ഒരു ഹീറോ മെറ്റീരിയലിൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ് റിസീവ് ആകുമ്പോൾ ചിലർ ആ മെസ്സേജസ് എടുത്ത് വെച്ച് പിന്നെ ഫെർദറായിട്ട് വർത്താനം പറയും. ആ വർത്താനം പറയുന്നതിന് മുകളിൽ ഇതേപോലെ ക്യാഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് എക്സ്പോസ്ഡ് ആവും. മനസ്സിലായോ? എന്ത് ഇൻറ്റൻഷനിലാണ് എന്നുള്ളത് ഒരു രീതിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ 4 ആൾ അറിയുന്നൊരു വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു സെലിബ്രിറ്റി പ്രൊഫൈലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരങ്ങൾക്ക് പോകുന്നതിന് മുമ്പ്, മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. പിന്നെ അജ്മൽ അമീറിൻ്റെ കേസിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 വർഷം, 1 വർഷം എങ്ങനെയോ ആയിട്ടുണ്ട് ഇതേപോലെ നിരവധി അനവധി പേരുടെ അയക്കുന്നത് ഇയാൾ മെസ്സേജ് അയക്കലുണ്ട്, ടൈപ്പ് ഓഫ് കോഴി സാധനമാണ് അയക്കൽ എന്നുള്ള സീനുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു അവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഡിനൈ ചെയ്യുന്നില്ല, ഒരു ഡ്രാഗ് ചെയ്ത് ലൈക്ക് അങ്ങനത്തെ ഒരു സാധനം വരണല്ലോ. ഭീഷണിപ്പെടുത്തി ഡ്രാഗ് ചെയ്ത് ചതിച്ച് വഞ്ചിച്ച് ആ സാധനത്തിന് പകരം ഇത് മറ്റേ ടിപ്പിക്കൽ ദ സോ കോൾഡ് കോഴി ഐറ്റമാണ്. മനസ്സിലായോ? ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഫ്ലേർട്ട് ഐറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും ഈ ഒരു സെലിബ്രിറ്റി ഫേസ് വെച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ കരിയർ വരെ പോകാൻ സാധ്യതയുള്ളൊരു ഐറ്റമാണിത്. ഓക്കെ, അപ്പോൾ ഇതിന് അറിയില്ല അജ്മൽ അമീറിൻ്റെ ഭാഗത്തുനിന്നൊരു എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ന്യൂസ് വരെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ, ന്യൂസ് 18-ലൊക്കെ കണ്ടുവന്ന് ഞാൻ. അതിനിടയിൽ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. സംഭവം നടൻ അജ്മൽ അമീർ ഒരു പെണ്ണും തമ്മിലുള്ള ഓഡിയോ കോളും വീഡിയോ കോളിൻ്റെയും ഒരു ചെറിയ ഭാഗവും വെച്ച് കുറച്ച് ഇൻസ്റ്റാഗ്രാം നന്മയോളി പാവാടകൾ കിറങ്ങുന്നുണ്ട്. ഇത് നന്മയോളി പാവാടകൾ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് കുറച്ച് മറ്റോടത്തെ വർത്താനാണ് ആ എഴുതിയിട്ടുള്ളത്. അല്ല, എഴുതിയത് വായിക്കണമല്ലോ. ഇനി അവളെ പൊക്കി പിടിക്കുന്ന പാവാട അലക്കിക്കളോട് ഒരു കാര്യം, അവൻ പറയുന്നതും ചോദിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന ആൾ ഒരു ചെറുപുഞ്ചിരിയോടെ തന്നെ എല്ലാം കേട്ട് നിൽക്കുകയും കൃത്യമായി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. 6:30, 7 ആവുമ്പോൾ ഞാൻ വരാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എവിടെ സ്റ്റേ ചെയ്യുമെന്നാണ് അവളുടെ ചോദ്യം. അത് കഴിഞ്ഞ് അത്രയ്ക്കും അറപ്പുള്ളതും ഒരു സ്ത്രീയോട് ചോദിക്കുന്നതിന് മോശമായ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ഇതായിരുന്നു അശ്ശേ എന്നും പറഞ്ഞ് ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അവളുടെ ഭാഗത്തു നിന്നില്ല. അവൻ ചോദിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അവസാനം വരെ കേട്ട് നിന്നിട്ട് അവസാനം അയാളുടെ മാത്രം സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ മാത്രം തുനിയുന്ന ഇതുപോലുള്ള അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവളെപ്പോലെ ഉള്ളവളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട്
ഒരു പുരുഷനെ മാത്രം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. ഒന്നുകിൽ രണ്ടുപേരും കുറ്റക്കാർ, അല്ലെങ്കിൽ അവർ സമ്മതത്തോടെ ചെയ്യുന്നതിൽ നമുക്ക് എന്താ എന്ന മട്ടിലിരിക്കുക. അല്ലാതെ സുഖത്തിന് വേണ്ടി നിന്ന് കൊടുത്തിട്ട് പുരുഷനെ മാത്രം കുറ്റം പറയുന്നതിൽ യോജിപ്പില്ല. ഇങ്ങനൊരു പോസ്റ്റ് കണ്ടു. ഈ പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പായിരുന്നു. ഈ അജ്മൽ അമീറിൻ്റെ കേസ് എന്ന് പുറത്തു വന്നാലും, അതാണ് ഞങ്ങൾ അന്ന് ഞാനും ട്രോളനും ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് അജ്മൽ അമീറിൻ്റെ കേസ് എങ്ങനെയും പുറത്ത് വരുമായിരുന്നു. വൈ? ബിക്കോസ് ഇത് പുറത്ത് വരുമ്പോൾ ഇതേപോലെയുള്ള കൗണ്ടറുകളും വരും. കാരണം പല സ്ക്രീൻഷോട്ടുകളിലും അപ്പം അന്ന് ഞങ്ങൾ കേട്ട വോയിസുകളിലും ചാറ്റുകളിലൊക്കെ അവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഒരു ടിപ്പിക്കൽ ഫ്ലേർട്ട് കോഴി തിങ് ഇവിടുന്ന് അങ്ങോട്ട് ഇടും, അവിടുന്ന് ഇങ്ങോട്ട് കിട്ടും. ഇനിയിപ്പോൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതേപോലെ വിളിച്ചാൽ അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ട് അതിൽ ഇരട്ടി അയാളിടും. ആ ഒരു സാധനം, ആ ഒരു ലൈനാണ് ആ സാധനം പോകുന്നത്. ബട്ട് അവിടെ സെലിബ്രിറ്റിയാണ് അയാൾ, നാലാൾ അറിയുന്ന ഒരു ആക്ടറാണ് എന്നുള്ളൊരു പ്രിവിലേജ് അയാൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താ വിഷയം എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോയി പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മൈനറായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സീനാണ്. ഇതിപ്പോൾ ഞാൻ അജ്മൽ അമീറിൻ്റെ കേസിൽ അങ്ങനെ അയാൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുമായിരിക്കും അതൊന്നുമല്ല പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്, ഇതുപോലെ സെലിബ്രിറ്റി ഫേസുള്ള ആളുകൾക്ക് കുറേ ആരാധകരുണ്ടാവും, ഫാൻസ് ഉണ്ടാവും. അത് യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരാളൊരു മോഡസായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ പോയി പെടുന്നവരുണ്ടാവും കൂടെ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സ്വയം നോക്കുക, അല്ലെങ്കിൽ പുറത്ത് വരുമ്പോഴെങ്കിലും കുറച്ചൊന്ന് കാര്യങ്ങൾ ഒതുക്കി വെക്കുക എന്നുള്ളതേ പറയാനും ചെയ്യാനും പറ്റുള്ളൂ ഇവരോടൊക്കെ. അൺടിൽ അൺലെസ് ഇതിലൊരു കേസില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളില്ല, ആരും അങ്ങനെ ഒരു കേസോ കൂട്ടോ കംപ്ലൈൻറ്റോ ആയിട്ട് പോയതായിട്ട് എൻ്റെ അറിവിലില്ല, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനൊരു സാധനം വന്നു. ഇതിപ്പോൾ മീഡിയയിലടക്കം ന്യൂസിലടക്കം ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത്, ഇത് നിരന്തരമായി നമ്മളോട് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര്. കാസറ്റിൻ്റെ വീഡിയോ കണ്ടില്ലേ, ന്യൂസിൽ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാനും ഇതിന് എൻ്റെ ഒരു അഭിപ്രായം പറയണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 കൊല്ലം മുമ്പ് ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ടേക്കപ്പ് ചെയ്യാതെ ഇരുന്നത് ഇതാണ് റീസൺ. ബിക്കോസ് അവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനീഷ്യേഷൻ പോകണമുണ്ട്. പിന്നെ ഒരു കേസോ കൂട്ടോ കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വരിക, ഇത് പല സെലിബ്രിറ്റി ആക്ടേഴ്സിൻ്റെ കേസിലും ചില പൊളിറ്റീഷ്യന്മാരുടെ കേസിലൊക്കെ വന്നിട്ടുണ്ട്. അവരതിഭീകരമായിട്ട് പുഷ് ചെയ്യും. മനസ്സിലായി? ഭയങ്കര എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്തിട്ട് ഭയങ്കര ഭീകരമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം. ഇവൻ്റെ അതല്ല, ഇവൻ്റെ ഒരു പക്ക ഒരു കോഴി ലെവൽ ഐറ്റമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നഷ്ടം ഇവൻ തന്നെയാണ്, വേറൊന്നുമില്ല. ഇതേപോലെ അവനെ എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവനോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഈ സാധനങ്ങൾ എടുത്ത് പുറത്തിടുമ്പോൾ അവനാണല്ലോ നഷ്ടം ആ വ്യക്തിക്കാണല്ലോ എൻഡ് ഓഫ് ദ ഡേ. എന്താണെങ്കിലും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാന്നേ പറയാനുള്ളൂ. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ളവരെയും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളവരെയും ശ്രദ്ധിക്കുക.